കിലോയ്ക്ക് 29 രൂപയ്ക്ക് പൊതുവിതരണത്തിലൂടെ ഭാരത് റൈസ് എന്ന അരി കൊടുക്കും എന്നാണ് കേന്ദ്ര വാഗ്ദാനം. എന്നാൽ റേഷൻ കടകളിലൂടെ ഇത് ഇതുവരെ വന്നിട്ടില്ല. തൃശ്ശൂരിൽ BJP നടത്തുന്ന വോട്ട് വണ്ടിയിൽ പക്ഷേ ഈ അരി എത്തിയിട്ടുണ്ട്. അരി കേന്ദ്രത്തിൻ്റെതാണോ BJPയുടേതാണോ എന്ന് മാത്രം ഒരു പിടിയുമില്ല. അതെ സാറേ, ഈ സാധാരണക്കാരുടെ മനസ്സിൽ കയറി പറ്റണമെങ്കിൽ നമ്മൾ കളി വേറെ കളിക്കണം. ഓരോ കുടുംബത്തിലോട്ടും ഒരു 10 കിലോ അരി. സപ്ലൈക്കോ വഴിമുട്ടി നിൽക്കുമ്പോൾ ഭാരത് അരിയുമായി BJPയുടെ തെരഞ്ഞെടുപ്പ് നീക്കം. 29 രൂപയുടെ അരിക്ക് തൃശ്ശൂരിൽ ആദ്യ വിൽപ്പന. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭക്ഷ്യ വിതരണത്തിൽ സംസ്ഥാനങ്ങൾ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് വെറും രാഷ്ട്രീയ കളിക്ക് തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂർ എനിക്ക് വേണം. ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. ഒരു സംസ്ഥാനത്തും ഈ 29 രൂപയുടെ അരി ഭാരത് അരി മാർക്കറ്റിൽ വന്നിട്ടില്ല. എന്തിനാ കേരളത്തിൽ ഈ തിരക്ക് കൂട്ടിയത്? ഈ തൃശ്ശൂർ എനിക്കൊന്ന് വേണം. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. ഈ തൃശ്ശൂർ എനിക്കൊന്ന് വേണം. തൃശ്ശൂർ ഇപ്പോൾ നമ്മൾ 10 വണ്ടി ഇട്ടുണ്ട്. 10 വണ്ടി ഇപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിലാണ് പോണത്. ജനങ്ങളൊക്കെ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 1 രൂപയ്ക്ക് 1 കിലോ അരി എന്ന നോട്ടീസ് കിട്ടി. ഒരു നിമിഷം തികയുന്നതിന് മുമ്പ് ഒരു കൊടുങ്കാറ്റ് പോലെ ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഉല്ലാസിലോട്ട്. പ്രിയപ്പെട്ടവരെ, പണ്ടൊരിക്കൽ ഞാൻ തമിഴ്നാട്ടിലേക്ക് തീർത്ഥയാത്ര പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് 1 രൂപയ്ക്ക് 1 കിലോ അരി കൊടുക്കുന്നത് ഞാൻ കണ്ടു. എന്തുകൊണ്ടാ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നില്ലെന്ന് ഞാൻ ചിന്തിച്ചു. പലരെയും സമീപിച്ചു. ആർക്കും താല്പര്യമില്ല. ഈ സാഹചര്യത്തിലാണ് ഈ സ്വപ്ന പദ്ധതി എന്റെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ നടപ്പിലാക്കുന്നത്. എത്ര രൂപയ്ക്കാണെങ്കിലും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ ആവശ്യമായ നിലപാടും നടപടിയും സ്വീകരിക്കുകയാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മര്യാദ. എന്നാൽ കേരളത്തിൽ ഒരു വിതരണ ശൃംഖലയും ഇല്ലാത്ത മാർക്കറ്റിലേക്ക്, റോഡിലേക്ക് പൊതു കച്ചവടക്കാരൻ, സ്വകാര്യ കച്ചവടക്കാരൻ ചെയ്യുന്നത് പോലെ മോഡിയുടെ പടവും വച്ച് അരി വിതരണം ചെയ്യുന്ന രീതി കേരളത്തിനും രാജ്യത്തിനും യോജിച്ചതാണ്. അരി വിതരണം നടക്കട്ടെ. 1 രൂപയ്ക്ക് 1 കിലോ അരി. കടന്നു വരൂ. പ്രിയമുള്ളവരെ, വോട്ട് പിടിക്കാൻ വേണ്ടി സൗജന്യമായിട്ട് ഞാൻ ഒന്നും നൽകുന്നില്ല. എന്റെ ആഹ്വാനമനുസരിച്ച് അവിനാഷ് കുമ്പ്രച്ചോട്ടിലാണ് ഈ അരി വിപണനം നടത്തുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ഇവൻ കുറെ വോട്ട് പിടിക്കും. നമ്മുടെ പാർട്ടി ഫണ്ട് ഇവൻ കാലിയാക്കുന്ന തോന്നണത്. 23 രൂപയ്ക്കും 24 രൂപയ്ക്കും 10 കിലോ കൊടുക്കുന്ന സ്കീം ഇപ്പോൾ തന്നെ ഉണ്ടെന്നാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത്. സ്കീം ഉണ്ടാകും, പക്ഷേ സിവിൽ സപ്ലൈസിലൂടെ ആളുകൾക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ റേഷൻ കട വഴി 23 രൂപയ്ക്ക് റൈസ് കൊടുക്കുന്ന ഒരു പ്ലാൻ B സംസ്ഥാനത്തിന് ആലോചിക്കാവുന്നതാണ്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഭാരതരി വരുന്നത് 29 രൂപ നിരക്കിലാണ് 1 കിലോയ്ക്ക്. ഭാരതരി 10 കിലോ ഒരു കുടുംബത്തിന് കൊടുക്കുന്നതാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. നമ്മളവിടെ 23 രൂപയ്ക്കും 24 രൂപയ്ക്കും 25 രൂപയ്ക്കും 3 വിലയിൽ 25 രൂപയ്ക്ക് താഴെ നമ്മൾ ഒരു കുടുംബത്തിന് 10 കിലോ സപ്ലൈകോ വഴി കൊടുക്കുന്നുണ്ട്. അതെ, വെറും കൈയോടെ അല്ല മുതലാളി നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. ഒരു ചാക്ക് അരിയുമായിട്ടാ വന്നിരിക്കുന്നത്. വേണ്ട, അത് കണ്ടില്ലേ, ഒരു 1.5 ചാക്ക് അരി. ആശങ്ക വേണ്ട. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അത് തരണം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തും. ഉറപ്പാണ്. അതിനനുസരിച്ച് എന്താണ് മാർഗം പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി കേരളത്തിൽ അത് വില കുറച്ച് അരി കൊടുക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. റൈസ് ഫോർ വേജസ് എന്നൊരു പദ്ധതി പണ്ടുണ്ടായിരുന്നു. കൂലി വരമ്പത്തു തന്നെ അരിയായി നൽകും. റൈസ് ഫോർ വോട്ട് എന്ന് പേര് മാറ്റി പുതിയൊരെണ്ണം ആലോചിക്കാവുന്നതാണ്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.